ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 8. നൈമിത്തിക പ്രളയവും നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും. വൃത്തം ശാലിനി. ഹരേ നാരായണ. ഏവം താവത് പ്രാകൃതപ്രക്ഷയാന്തേ ഭ്രാമേ കൽപ്പേ ഹ്യാദിമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. എല്ലാവർക്കും നമസ്കാരം. 7ാമത്തെ ദശകത്തോടെ ദ്വിതീയ സ്കന്ധം സമാപിച്ചു. ഇന്ന് നാരായണീയത്തിലെ തൃതീയ സ്കന്ധം തുടങ്ങാം. ഏവം താവത് ലബ്ധജന്മാ ബ്രഹ്മ. ഇപ്രകാരം ജന്മം ലഭിച്ച ബ്രഹ്മാവ്. പ്രാകൃതപ്രക്ഷയാന്തേ. മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ. ഭ്രാമേ കൽപ്പേ. ഭ്രാമകൽപ്പത്തിൽ. ഹ്യാദിമേ. ആദിമേ ഹി. ആദ്യത്തേതായ. ഭൂയ ത്വത്ത ഏവ വേദാൻ ആപ്യ. വീണ്ടും നിന്തിരുവടിയിൽ നിന്നു തന്നെ വേദങ്ങളെ ലഭിച്ചിട്ട്. സൃഷ്ടിം ചക്രേ. സൃഷ്ടി ചെയ്തു. പൂർവകൽപ്പോപമാനാം. മുൻകൽപ്പത്തിലേതുപോലെയുള്ള. ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? മഹാപ്രളയാവസാനത്തിലുണ്ടായ ബ്രഹ്മയുഗത്തിൻ്റെ ആദ്യ ദിവസം അങ്ങയിൽ നിന്ന് ഇപ്രകാരം ജന്മം ലഭിച്ച ബ്രഹ്മാവ് വീണ്ടും അങ്ങയിൽ നിന്നു തന്നെ വേദങ്ങൾ സ്വീകരിക്കുകയും പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന യുഗത്തിന് തുല്യമായ സൃഷ്ടികർമ്മം നടത്തുകയും ചെയ്തു. അതായത് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞ ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ സ്വയംഭൂവായ ബ്രഹ്മാവ് എന്തു ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ.